മാർക്കോ ഫിലിം കണ്ടിട്ട് ആൾക്കാർ അക്രമാസക്തരാകുന്നു എന്ന് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നല്ലോ. എങ്കിൽ അത് തിരിച്ചു വായനയും ആവാമല്ലോ, ഒരു തിരിച്ചു വായനയും ആവും. നല്ല സിനിമ കണ്ടാൽ നന്നാവും. നമ്മളിപ്പോൾ ഏറ്റവും ഇൻകറേജബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ജയിലിനകത്ത് വെച്ച് പൂട്ടിയിടുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ കിടന്നുറങ്ങുന്നത്. ഈ പറഞ്ഞ പോലെ 20 വർഷം കഴിഞ്ഞു, 25 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അയാൾ അവിടെ കിടന്നോട്ടെ എന്ന് തന്നെയാണോ വിചാരിക്കുക? ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണത്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അപ്പോൾ ചവിട്ടി കയറ്റിക്കാണ് പോകുന്നത്. അവിടെ വീണ്ടും പ്രശ്നമുണ്ടാക്കി. അവന് ചെറിയ പണിക്കൊക്കെ ഇറക്കിയതായിരുന്നു. എന്തോ ഒരു ഫോൺ തരികട പിടിച്ചിട്ട് അവനെ വീണ്ടും പൂട്ടിയിട്ടൊക്കെയാണ്. അത് നല്ലത് തന്നെയാണ്, നല്ലത് തന്നെ. യു ക്യാൻ ട്രൈ ഇവൻ. ഗോവിന്ദസ്വാമിയൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് നല്ല സിനിമാകാരന്മാരെ പോലെ സുന്ദരന്മാരായിട്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഒരു ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട്. PU സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു 20 രാജ്യങ്ങളിൽ നിന്നായിട്ട് 20 ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നായിട്ട് 85ഓളം ഫോറിനേഴ്സ് ഉണ്ട്. പ്ലസ് ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാരും ഉണ്ടാവും. ഒരു പാൻ വേൾഡാണ്. ഹൈ സെക്യൂരിറ്റി പ്രസിഡൻ്റെ ഒരു പർപ്പസ്, അതിൻ്റെ ഒരു വെരി പർപ്പസ് ഇപ്പോഴും നടന്നിട്ടില്ല. അപ്പോൾ ഷെറിൻ 14 കൊല്ലം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങിപ്പോയി. ഷെറിൻ 1-ാം പ്രതിയാണ്. 2-3 പ്രതി കിടക്കുന്നുണ്ട് അവിടെ. എന്താ നീ അയാളുടെ? ലോകത്തിലെ ഒരു ജയിലുകളും മയക്കുമരുന്ന് മുക്തമല്ല. അപ്പോൾ വലിയ ജയിലുകളെല്ലാം ഓവർക്രൗഡിംഗ് ആണ്. അതിന് ഓവർക്രൗഡിങ്ങിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വെള്ളം പൊങ്ങുന്ന പോലെ. വെള്ളം പൊങ്ങുന്നത് എങ്ങനെയാണ്? വെള്ളം വരുന്ന ഒഴുകി പോകുന്നില്ലേ പെട്ടെന്ന്. അതുപോലെ വന്ന ആൾക്കാർ പോയാലേ അടുത്ത ലോഡ് കയറ്റാൻ പറ്റുള്ളൂ. PU സെൻട്രൽ ജയിലിലെ ടോട്ടൽ കോമ്പൗണ്ട് വരുന്നത് 138 ഏക്കേഴ്സാണ്. വെച്ചാൽ വത്തിക്കാനേക്കാൾ വലുത്. നമ്മൾ ഈ പ്രിസൻസിനെ കുറിച്ച് പെട്ടെന്ന് ആൾക്കാർക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് കണ്ട ഒരു ഇതാണല്ലോ. എങ്ങനെയാണ് സാർ എങ്ങനെ ഇതിലേക്ക് വരുന്നതും ഈ ഒരു കറക്ഷണൽ ഓഫീസർ എന്ന് പറയുന്നതും ഇത് തമ്മിലുള്ള എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്? നമ്മൾ കണ്ടംപററി സിനിമയിൽ കാണുന്ന ഒന്നേ അല്ല ജയിൽ. ഇത് ടോട്ടലി ഡിഫറൻസ്. നമ്മളെല്ലാ സിനിമയിലും കാണുന്നത് പോലെ ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ജയിലിലേക്ക് വരുന്നു, ഉടനെ വരെയുള്ള ഷർട്ടും ട്രൗസറും ഇടുന്നു, ക്യാമറ എടുത്ത് പോകുന്നു, പാറ പൊട്ടിക്കാൻ പോകുന്നു. അതാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. അങ്ങനെ ഒരു സ്ഥലം എവിടെയും ഇല്ല. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയാം. ഇങ്ങനെ സൗത്ത് ഇന്ത്യയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ പാറമടയോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ പ്രിസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്ന് പറയുന്ന രീതിയായിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അതിന് മുമ്പ് പ്രിസൺസ് ജയിൽ എന്നാണ് പറയുക. ഇപ്പോൾ ഒരു ഇരുമ്പ് മുറയ്ക്കുള്ളിലുള്ള ജയിൽ എന്ന സങ്കല്പം മാറിയിരിക്കുന്നു. ജയിൽ കുറച്ച് ട്രാൻസ്പാരൻ്റ് ആണ്. ജയിലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് തന്നെ, ജയിലിനെ ഞാനൊരു ക്യാമ്പസായിട്ടാണ് കരുതുന്നത്. ഞാൻ അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ജയിലൊരു ക്യാമ്പസാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂത്ത് വന്ന് കിടക്കുന്ന സ്ഥലമാണ് ജയിൽ. പ്രത്യേകിച്ച് നമ്മുടെ ഈ NDPS കേസൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത് ഒരു 18-നും 25-നും അല്ലെങ്കിൽ 30-നും ഇടയ്ക്കുള്ള ഒരുപാട് യൂത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ എനർജി ഭയങ്കരമാണ്, അവരുടെ സ്കില്ല് ഭയങ്കരമാണ്. നമുക്ക് ടാപ്പ് ചെയ്യാം എന്നുള്ളതാണ് കാര്യം. ഓഫ് കോഴ്സ് അതിൻ്റേതായ നെഗറ്റീവ് കൺവെർജൻ്റുള്ള സ്ഥലം തന്നെയാണ് ജയിൽ. അപ്പോൾ നമ്മളൊരു സാധാരണ ജയിലിനെ നമ്മളിങ്ങനെ ഈ കൺസെപ്റ്റ് നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ട് അതെങ്ങനെയാണ് അവരുടെ മാൻ പവർ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കറക്ഷണൽ ആക്ടിവിറ്റി. ഇപ്പോൾ കറക്ഷണൽ ഓഫീസർ, ഐ എം എ കറക്ഷണൽ ഓഫീസർ, ഐ എം നോട്ട് എ പോലീസ് ഓഫീസർ. അറിയാമല്ലോ, ഹോം A ആണ് പോലീസ്, ഹോം B പ്രിസൺ, ഹോം C ആണ് ഫയർ സർവീസ്. ഈ 3 അർദ്ധസൈനിക വിഭാഗങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഫോറസ്റ്റ് ഹാക്കിയാണെങ്കിലും ഫോറസ്റ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, എക്സൈസ് വേറെ ആഭ്യന്തരമല്ല. അപ്പോൾ ഹോം B ആണ് പ്രിസൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസൺ DGP ഉണ്ട്. അപ്പോൾ 4 DGPമാരിൽ തന്നെ 4 എക്സ്ക്യൂട്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് ലോ ആൻഡ് ഓർഡർ, ഒന്ന് വിജിലൻസ്, ഒന്ന് ഫയർ സർവീസ്, ഒന്ന് ജയിൽ. ഈ 4 ശരി DGP പോസ്റ്റുകളുള്ളത്. അപ്പോൾ അങ്ങനെ വൺ ഓഫ് ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ 4 പില്ലേഴ്സിലൊരു പില്ലറാണ് ജയിൽ എന്ന് പറയുന്നത്. ആ ജയിലിലത്തെ കാര്യങ്ങൾ, ജയിലിൻ്റെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. ഉദാഹരണമായിട്ട് ജയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഈ പോലീസ് DGPയുടെ കീഴിലല്ല, ഞങ്ങളുടെ പ്രസൻറ്റ് DGPയുടെ കീഴിലാണ്. ഇപ്പോൾ ശ്രീജിത്ത് സാറാണ് പുതിയ ആൾ വന്നിങ്ങനെ. ഷീ ഈസ് ഡയറക്റ്റ്ലി റിപ്പോർട്ടഡ് ടു ദ ഹോം സെക്രട്ടറി ആൻഡ് ഹോം മിനിസ്റ്റർ. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്.
അപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു CJS ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ജയിലിനൊരു പ്രത്യേക സ്ഥാനമുണ്ടല്ലോ. ഇപ്പോൾ 4 കാലുള്ള ഒരു കൂടാരം, ഒരു കാല് പോയാൽ വീണ് പോകുന്നത്. കാര്യം നമ്മുടെ കേരളത്തിൽ 57 ജയിലുകളാണുള്ളത്. അതിനകത്ത് നമ്മൾ ഈ 3.5 കോടി ജനങ്ങൾക്ക് ജയിൽ പോപ്പുലേഷൻ കംസ് അറൗണ്ട് 11,000 to 12,000 ആണ് ജയിൽ പോപ്പുലേഷൻ വരുന്നത്. അതിൽ കൺവിക്റ്റഡ് പ്രിസണേഴ്സിനെ സെൻട്രൽ ജയിലിലേക്കും ബാക്കിയുള്ള ചെറിയ ജയിലുകളിലേക്കുമാണ് വിടുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കറക്ഷണൽ ആക്ടിവിറ്റീസ് നടക്കേണ്ടത് ആക്ച്വലി സെൻട്രൽ പ്രിസണിലുള്ള കൺവിക്റ്റഡ് പ്രിസണേഴ്സിൻ്റെ ഇടയിലാണ് വേണ്ടത്. പക്ഷേ എങ്ങനെയാണ് ഹൗ യു കറക്റ്റ് എ പേഴ്സൺ എന്നുള്ളതിന് SOP ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ പേഴ്സണെ കറക്റ്റ് ചെയ്യുക, യു കറക്റ്റ് ഹിം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം ഞങ്ങളിപ്പോൾ കറക്റ്റ് ചെയ്യുന്നതിന് അക്കൗണ്ടബിളും അല്ല. എത്ര പേര് ചാടിപ്പോയി എന്ന് വെച്ചാൽ പണി പോകും നമ്മുടെ. പക്ഷേ എത്ര പേരെ നീ കറക്റ്റ് ചെയ്തതിനോട് ചോദിക്കില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ജയിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജയിലിൽ ഒന്നുകിൽ ആർക്കും വേണ്ട, അല്ലെങ്കിൽ പ്രശ്നം വന്നാൽ ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ ഈ ജയിലില്ല എന്ന് വിചാരിക്കുക. ജയിലില്ല എന്ന് വെച്ചാൽ ട്രാഫിക് പോസ്റ്റിൽ പോലീസുകാരില്ലാത്ത പോലെയാണ്. ഒരു തൂണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ വീട് നിൽക്കില്ല. ഈ 12,000 പേരെ എവിടെ കൊണ്ടുവിടും? വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും ഇൻകറേജബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ജയിലിനകത്ത് വെച്ച് പൂട്ടിയിടുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ കിടന്നുറങ്ങുന്നത്. അവിടെ കുറച്ച് പേര് ഉറങ്ങാതിരുന്നവരെ നോക്കുന്നതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇവരെ മുഴുവൻ പുറത്തിറക്കി വിട്ടു. എന്താണ്ടാവുക? അതിൻ്റെ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ ഈ 12,000 ആൾക്കാരും മുഴുവൻ പ്രശ്നക്കാരൊന്നുമല്ല, വളരെ കുറച്ച് പേരെ പ്രശ്നക്കാരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജയിലിൽ വരുമ്പോൾ നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾ, 18 വയസ്സായ ആൾക്കാർ NDPS കേസിൽ പെട്ടു. പുതുതായി വരുന്ന ആൾക്കാരിൽ ഞങ്ങൾക്ക് പുതുതായി വരുന്ന പ്രശ്നം എന്ന് പറയണത്, ഒന്ന് NDPS പ്ലസ് പോക്സോ കേസുകളിൽ പെട്ടുവരുന്ന ആൾക്കാരാണ് ഒരു 40-45% വരുന്നത്. അത് പ്രത്യേകതയാണ്. അടുത്ത ഇതാണ് ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏകദേശം 40 lakhs അന്യഭാഷക്കാരുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് ജയിലിലും വരും. അപ്പോൾ ജയിലിൽ ഏകദേശം വരുന്നൊരു 15% ഒക്കെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഈ അന്യഭാഷക്കാരാണ്. അതിനും പുറമെയാണ് ഫോറിനേഴ്സ് വരുന്നത്. VU സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു 20 രാജ്യങ്ങളിൽ നിന്നായിട്ട് 20 ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നായിട്ട് 85ഓളം ഫോറിനേഴ്സ് ഉണ്ട്. പ്ലസ് ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാരും ഉണ്ടാവും. ഒരു പാൻ വേൾഡാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ ആദ്യമായിട്ട് ജയിലിൽ നടത്തി. FOC എന്നാണ് പേരിട്ടത്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ. അങ്ങനെ പേരിൽ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ചലച്ചിത്ര അക്കാദമിയും II50 തൃശ്ശൂരിൽ അവരൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാക്കി നമ്മൾ ശരിക്കും ഒരു ഫിലിം ഫെസ്റ്റിവൽ തന്നെ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, സാധാരണ ഇതിൽ ജയിലിലൊരു ഫിലിം വിടുന്നു, അവരെല്ലാവരും കണ്ടോണം എന്നുള്ളതല്ലോ. ഇത് അവർക്ക് ചോയ്സ് ഇല്ല. അവിടെ ഇത് ചോയ്സ് ഉണ്ട്. നമ്മളൊരു 100-200 പേര് കാണാൻ പറ്റുന്ന സ്ഥലത്താണ് ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ മുൻകൂട്ടി പറയും, ഇന്ന ഫ്രഞ്ച് ഫിലിമാണിന്ന്, നാളെ പഥേർ പാഞ്ചാലിയാണ്, അങ്ങനെ പറയും. അപ്പോൾ അതൊരു കാണാൻ വന്നിട്ട് ഫോറിനേഴ്സിനൊക്കെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മാർക്കോ ഫിലിം കണ്ടിട്ട് ആൾക്കാർ അക്രമാസക്തരാകുന്നു എന്ന് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നല്ലോ. എങ്കിൽ അത് തിരിച്ചു വായനയും ആവാമല്ലോ. ഒരു തിരിച്ചു വായനയും ആവും. നല്ല സിനിമ കണ്ടാൽ നന്നാവുമോ നോക്കാമല്ലോ. അതാണ്. അപ്പോൾ നല്ല സിനിമകൾക്ക്, നല്ല ആർട്ടിന്, നല്ല മ്യൂസിക്കിനൊക്കെ റൂമുണ്ട്, ജയിലിൽ റൂമുണ്ട്. നമ്മളില്ലാന്ന് സാധാരണ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഡബ്ബാങ്കൂത്ത് ഫിലിമുകളും ഈ തട്ടുകളിപ്പോൾ ഇതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. എങ്കിലും ഈ നല്ല ഫിലിം വെക്കുമ്പോൾ, നല്ല പ്യുവർ ആർട്ട് വെക്കുമ്പോൾ, പ്യുവർ മ്യൂസിക് വെക്കുമ്പോൾ അതിനും കുറച്ച് പ്രേക്ഷകരുണ്ട്, അത് അവരെ സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോക്ക് ഭയങ്കര വലിയ വിജയമായിരുന്നു. അതേ സിമിലർ തിങ് ഞാൻ നടത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ നടത്തി, ഒരു ഓഡിയോ ബുക്ക് ഇറക്കി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജയിലുകളിൽ പുതിയ സംഭവങ്ങളാണ്. അവിടെ നിന്ന് കേട്ടറിവ് കൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ കഥ പറയൂ എന്നാണ് പറയുന്നത്. നമ്മൾ ജൂറി മുമ്പിലിരിക്കുന്നുണ്ട്, ഞാൻ ആൾക്കാക്കിക്കുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ഉണ്ടായിരുന്ന സിസ്റ്റം മാറുകയാണ്. പ്രേക്ഷകരായിരുന്ന തടവുകാർ സ്റ്റേജ് കീഴടക്കുന്നു. സ്റ്റേജിലിരുന്നു കൊണ്ട് അവർ താഴത്തേക്ക് നോക്കിയിട്ട് അവർ കഥ പറയുന്നു, പല ഭാഷയിൽ പറയുന്നു. ഇപ്പോൾ കോങ്കോക്കാരും വന്ന് കോങ്കോ ഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദിക്കാരെ ഹിന്ദിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജൂറീസ് നമ്മൾ കുറച്ച് പേരെ എഴുത്തുകാരെയൊക്കെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കും ഒരു ഹോണ്ട് ചെയ്യപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ ഈ വിദേശ ഭാഷകൾ ഈ ആൾക്കാർ പറയുന്നത് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അവനും അറിയാം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അവനൊരു 5-8 മിനിറ്റ് ഒരു പേഷ്യൻ്റ് ലിസണിങ് കിട്ടുകയാണ്. അത് ചെറിയ കാര്യമല്ല.
അവൻ്റെ ഭാഷയിൽ ചില ഒരു വർഷം അവൻ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷോ അതിലേക്കും നടക്കുകയുള്ളൂ, അവിടെ കോങ്കോ ഭാഷ നടക്കൂലല്ലോ. അപ്പോൾ ആ കോങ്കോ ഭാഷയിൽ അവൻ പറഞ്ഞ് കരയാണ്, ഒരു കഥാർസിസ്. കഥ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളിലെല്ലാം ഒരു വെള്ളമുണ്ടായിരുന്നു, കാണികളിലും ഉണ്ടായിരുന്നു അത്. അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ കഥ ഒന്നാണ്. ഇപ്പോൾ ഭാഷ എന്നുള്ളത് തെളിയിക്കുകയാണ്. പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു കഥാർസിസ് നടന്നു അവിടെ. ഒരു എൻ്റെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുറേ ഒഴുകിപ്പോയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ അനുഭവമാണ് നമ്മൾ ഈ ഫോക്ക് നടത്തിയപ്പോൾ, അത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. പതേർ പാഞ്ചാലി കളിച്ചു. പതേർ പാഞ്ചാലി നമ്മളും ശരിക്കും കണ്ടിട്ടൊന്നുമില്ല, നമ്മളും GK പഠിച്ചിട്ട് തന്നെ ഉള്ളൂ അല്ലേ. പതേർ പാഞ്ചാലി എന്താ, വിഭൂതിഭൂഷൺ ബാധ്യഭൂതി ഒക്കെ പഠിച്ചിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ലേ. 50കളിലെ ബംഗാളിലെ കഥയാണ്. അതിപ്പോൾ ആർക്കും മനസ്സിലാവുക, പക്ഷെ മനസ്സിലാവുന്നവരുണ്ട്. ആര്? ബംഗ്ലാ തടവുകാർ. ബംഗ്ലാ തടവുകാരുടെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ. അവർക്കത് കണ്ടപ്പോൾ മനസ്സിലായി പെട്ടെന്ന്, അവരുടെ ഭാഷയിലാണ്. ബംഗ്ലാദേശ് തടവുകാർ ഇത് കണ്ടിട്ട് ഫോറത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ പേര് ഇപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രിയനന്ദനൻ, കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ജൂറി പോലെ വന്നിരുന്നു. അവരോട് അപ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബംഗ്ലാദേശ് തടവുകാരൻ ഒരു 2 hours പോയിട്ട് പതേർ പാഞ്ചാലി കാണൂല, അങ്ങനെ അവസരമില്ല, എന്നെങ്കിൽ തന്നെ കാണില്ല. അത് കണ്ടു കഴിഞ്ഞിട്ട് അവനിപ്പോഴും അവനിപ്പോഴും അറിയാം, ഇപ്പോഴും അവൻ്റെ ജീവിതമാണത്. നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ അന്നത്തെ അതേ മറ്റേ അപ്പുവിൻ്റെയും ആ കഥകൾ കണ്ടിട്ട് അവന് ശരിക്കും കരച്ചിൽ വന്ന് അവൻ എനിക്കൊന്ന് സംസാരിച്ചു എന്ന് പറയണത്. അപ്പോൾ നമുക്കങ്ങനെ അവരുടെ ചില വികാരങ്ങൾ നമുക്കിങ്ങനെ തോണ്ടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ അവരുടെ സ്കില്ലിനെ നമ്മൾ ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കാര്യം. ഒരുപാട് എനർജി കിടന്ന് കളിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിന് തന്നെ നമ്മൾ മലയാള ഭാഷാ വാരാചരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു ചർച്ച വയ്ക്കും. അപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാർ വരും, അവരായിരിക്കും. അപ്പോൾ ഇവരോട് പലരും കുറേ പേരെങ്കിലും, ഉദാഹരണമായിട്ട് ആ സമയത്ത് നമ്മുടെ മാവോയിസ്റ്റ് തടവുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നന്നായിട്ട് വായനക്കാരല്ലേ, ടെറിബിൾ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വന്ന ആൾക്കാർക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. എന്ത്? താങ്കളോട് ഇതിന് ഉത്തരം പറയാനുള്ള സൈദ്ധാന്തിക ദാർഢ്യം എനിക്കില്ല എന്ന് ഇയാൾ പറഞ്ഞു. അവരെല്ലാവരും വരും, ജയിലല്ലേ, സിമ്പിൾ തിങ്. ആരും പ്രൈമറി സ്കൂളിൽ പറഞ്ഞ പോലെ വരാമല്ലോ, അല്ല, വളരെ സീരിയസ് ക്യാമ്പസാണ്. കുറച്ച് പേര്, എല്ലാവരും അല്ല. അപ്പോൾ അതിൻ്റെ സുവനീർ ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ. വളരെ സീരിയസ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ റീഡേഴ്സിന്റെ കാര്യം പറഞ്ഞു. അവരുടെയൊക്കെ ക്രൈം ജനറലി എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ക്രൈം ചെയ്തിട്ട് വന്നവരാണ്? സീരിയസ് റീഡിങ്ങും സിനിമ വ്യൂയിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞവർ ഏത് കാറ്റഗറി? കുറച്ച് പേര് പറഞ്ഞ മാവോയിസ്റ്റ് ആൾക്കാരുണ്ട്, അവർ ക്രൈമല്ല, ഈ പറഞ്ഞ രൂപേഷനെ പോലെ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് പേര് അവിടെയുണ്ട്. പ്ലസ് ചില പിന്നെ അബദ്ധത്തിൽ പെടുന്ന ഒരു NDPS കേസിലൊക്കെ അബദ്ധത്തിൽ പെടുകയോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി എന്തായാലും ഒരു കേസിൽ പെട്ടു. ആ കേസോടുകൂടി അവൻ്റെ ക്രൈം കഴിഞ്ഞു, പക്ഷെ അവൻ പഴയ മനുഷ്യനായിട്ടോ നിൽക്കുകയാണ്. നമ്മളിപ്പോഴും പറയുമ്പോൾ നമ്മൾ ജയിലിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജയിലിൽ തടവുകാരൻ ദീർഘകാലം കിടന്നതിനെ പറ്റി വാർത്തയുണ്ടായിരുന്നല്ലോ. ഈ ജയിലിലും ഉണ്ട്, 35 കൊല്ലം കിടന്ന ആൾക്കാരുണ്ട് ഇവിടെ ജയിലിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും വിചാരിക്കുക ഏറ്റവും ഹീനിയസ് ക്രൈം എന്ന് പറഞ്ഞാൽ മർഡർ അല്ലെങ്കിൽ റേപ്പ് ആൻഡ് മർഡർ ആണല്ലോ. ഓക്കെ, ഹീനിയസ് ക്രൈം തന്നെയാണ്. പക്ഷെ അതിനാണ് കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോഴും അവരുടെ പ്രിമച്ചർ റിലീസ് വരുന്ന ആ സമയം വരുന്ന ബോർഡിൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഒന്നും ചെയ്തതല്ലേ, അതെ അന്ന് ചെയ്തതിനാണ് ഇപ്പോൾ കിടക്കുന്നത്. 30 കൊല്ലമായി കഴിഞ്ഞ. അപ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് ചെയ്തൊരു ക്രൈമിന് വേണ്ടി അതിനാണല്ലോ കിടന്ന് എത്ര കാലം കിടന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനോട് ചെയ്യുന്നൊരു പാതകമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷെറിൻ 14 കൊല്ലം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങിപ്പോയി. ഷെറിൻ 1-ാം പ്രതിയാണ്, 2-3 പ്രതി കിടക്കുന്നുണ്ട് അവിടെ. എന്താ നീ അയാളുടെ? ഷെറിനാണ് ആ ക്രൈമിൽ ഇവരെ വിളിച്ചു വരുത്തി ആ ക്രൈം ചെയ്തത്. എന്നിട്ട് പല ഇതിൻ്റെ വെളിച്ചത്തിൽ, സ്ത്രീയാണെന്നുള്ളതിൻ്റെ വെളിച്ചത്തിലും ഒക്കെ ഷെറിൻ എന്തായാലും ഇറങ്ങിപ്പോയി. ആ ക്രൈമിൽപ്പെട്ട 2-3-4 പ്രതികൾ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതേപോലെ പല പൊളിറ്റിക്കൽ കേസിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും പല ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ കുറേ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ 20 വർഷം പ്ലസ് കിടക്കുന്ന ഒരു 10-15 പേര് അവിടെ ഉണ്ടാവും. 30 വർഷം കിടക്കുന്ന 3-4 പേരുണ്ട് അവിടെ. 30 വർഷം എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് 30 വർഷം എന്ന് വെറുതെ പറയാം. പക്ഷേ 30 വർഷം, കഴിഞ്ഞ 30 വർഷങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്ന് ആലോചിച്ച് നോക്കും. 30 ഓണങ്ങൾ, 30 ക്രിസ്മസുകൾ, 30 ന്യൂ ഇയറുകൾ, 30 കൊല്ലം,
എൻ്റെ ഒഫീഷ്യൽ ജീവിതം ഇതുപോലെ 26 കൊല്ലമുള്ളൂ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ മുമ്പ് വേറെ പ്രൈവറ്റിലായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു സ്പാനാണ്. അപ്പോൾ അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോൾ കുറേ പേര് ഇറങ്ങി പോവുകയാണ്. ഈ പറയുന്ന കുറച്ച് പേര് എന്തെങ്കിലും സ്വാധീനത്തിൻ്റെ പേര് കുറച്ച് ഇറങ്ങിപ്പോകുന്നു, ബാക്കിയുള്ളവർ കിടക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, ജയിലിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കറക്ഷണൽ ഹോം എന്ന് പറയുമ്പോൾ ഒരു തടവുകാരനെ അവൻ ജയിലിൽ ഇപ്പോൾ ജയിൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് എ കറക്ഷണൽ ഹോം. അപ്പോൾ ഹി ഹാവ് സം അഡ്ജസ്റ്റബിൾ പ്രോബ്ലം വിത്ത് സൊസൈറ്റി. ഇപ്പോൾ മഹാത്മാഗാന്ധി പറയണ പോലെ പറയുകയാണെങ്കിൽ പ്രിസണേഴ്സ് ആർ പേഷ്യൻസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു പേഷ്യൻ്റ് രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു. അവിടുത്തെ മെഡിക്കേഷൻ, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, അവിടുത്തെ എല്ലാം കൊണ്ട് അവൻ രോഗം ഭേദമായി പുറത്തു പോകുന്നു. എന്നതുപോലെ സൊസൈറ്റിയുമായിട്ടൊരു അഡ്ജസ്റ്റബിൾ പ്രോബ്ലം ഉണ്ടായിട്ടാണ് ഒരാൾ ജയിലിലേക്ക് വരുന്നത്. നമ്മൾ ഫുട്ബോൾ കളിയിൽ നമ്മൾ റെഡ് കാർഡ് കാണിച്ച് പുറത്തായ ആളാണ് ആൾ. നമ്മളതെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ അവൻ തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ പുറത്തേക്ക് വിടണ്ടേ? പിന്നെ ഇന്ത്യയിൽ എത്ര ആൾ പിടിച്ചുവിടുന്നു? അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ അന്നത്തെ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എത്ര പേര് തിരുത്തപ്പെടുന്നുണ്ട് സർ ഈ കറക്ഷണൽ ഹോം എന്നുള്ള ജയിലിന്റെ മറ്റൊരു പേര്? എത്ര പെർസെന്റേജ് ഓഫ് ആളുകൾ ഈ തിരുത്തപ്പെടുന്നുണ്ട്? തിരുത്തലുകൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അതൊരു മെഷറബിൾ അല്ല. എങ്ങനെ ഇയാൾ എത്ര പെർസെൻറ്റേജ് തിരുത്തപ്പെട്ടു എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവുക? അത് ഹി ഹാവ് ടു പ്രൂവ് വിത്ത് അവൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ബാക്കിയുള്ള ജീവിതം കൊണ്ട് അവൻ തെളിയിക്കണം ഞാൻ കറക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. എന്നിട്ട് പാരസെറ്റമോൾ കൊടുത്ത് പനി മാറി എന്ന് പറയുന്ന പോലെ ഇവൻ 50% ഇവൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് മനസ്സിൽ നടക്കുന്ന പ്രക്രിയ, ടാഞ്ചിബിൾ അല്ല, മെഷറബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. ഞങ്ങളാണ് പ്രൊഫഷണൽസുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആൾക്കാർ. അപ്പോൾ അവൻ്റെ മുൻപത്തെ വന്ന അവൻ്റെ ബിഹേവിയറുകളും അവൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങളും, അപ്പോൾ അവിടെ ഇൻഡിസിപ്ലിൻ കാണിച്ചാൽ അവിടെ ശിക്ഷ കിട്ടും. അവിടെ നമ്മൾ അവനെ മാറ്റി നിർത്തും, അവന് അംഗീകാരം കൊടുക്കില്ല, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഓക്കെ നമ്മളൊക്കെയാണ് തോന്നുകയാണ്. അപ്പോൾ ഞങ്ങൾ പറയാനാണ് എടുക്കേണ്ടത്, ജയിലിലെ ആൾക്കാർ പറയുന്നതാണല്ലോ എടുക്കേണ്ടത്. ഇയാളെ ഹീസ് എലിജിബിൾ ഫോർ റിലീസ്, പ്രീമച്വർ റിലീസ് എന്ന് പറയുമ്പോൾ ആ ബോർഡിൽ പക്ഷേ അഡ്വൈസറി ബോർഡ് ഫോർ പ്രീമച്വർ റിലീസ്, ദാറ്റ്സ് എ ബോർഡ് ഫോർ റെക്കമെൻഡിങ് പ്രീമച്വർ റിലീസാണ്. പക്ഷേ ബോർഡ് പലപ്പോഴും തിരിക്കുക, അതിന് റിവേഴ്സ്. ഇപ്പോൾ ജയിൽ DGP ആണ് ചെയർമാൻ, സെഷൻ ജഡ്ജ്, ഡിസ്ട്രിക്ട് കളക്ടർ, SP, പിന്നെ 3 പ്രൊബേഷൻ ഓഫീസർ, പിന്നെ 3 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പിന്നെ സൂപ്രണ്ട്. അങ്ങനെ ഇൻ്റർനെറ്റ് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ സിനോപ്സിസ് വെക്കും, അത് ചർച്ച ചെയ്യും. ചെയ്യുമ്പോൾ ഉടനെ അന്ന് ഒരാളെ വെട്ടിക്കൊന്നു, ശരി അത് കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇത്രയും പേര് മരിച്ച ചൂരൽമല ദുരന്തം നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടപ്പോൾ നമുക്ക് സഹിക്കില്ല ചൂരൽമലയുടെ കാണുമ്പോഴേ. അപ്പോൾ അത് പെട്ടെന്ന് മറന്നുപോയി. എന്ത് ഇത് മറക്കാത്തതെന്തോ നമ്മൾ അതെ, അതൊരു പ്രോബ്ലം തന്നെയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ തിരിച്ചു വയ്ക്കുക. അപ്പോൾ എൻ്റെ ഒരാൾക്കാണ് ക്രൈം സംഭവിച്ചെങ്കിൽ ഞാൻ സമ്മതിക്കുമോ? ഓക്കെ, അത് കൺസേൺ ആണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ വയ്ക്കാം, ഇയാളെ ഈ വിക്ടിം താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോകരുത് എന്ന് ഒരു കണ്ടീഷൻ വയ്ക്കാം. അതിന് മുമ്പിൽ കൂടെ പോകരുത്. ഇപ്പം നാളെ വെല്ലുവിളിച്ച് നടക്കരുത്. കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ കേസ് പറഞ്ഞ പോലെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി വെല്ലുവിളിച്ച് നടക്കരുത്, വിക്ടിമിനെ കാണരുത്, അല്ലെങ്കിൽ വിക്ടിമിനൊരു പ്രശ്നം ഉണ്ടാവരുത്, ട്രോമ ഉണ്ടാവരുത്. അപ്പോൾ വിക്ടിം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ വരരുത്. നമ്മൾ മുൻപ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ ആയിരുന്നു. ടു ആൻഡമാൻ ഇവിടേക്ക് 2 കേസാണ്. ഹീനിയസ് ഏറ്റവും വലിയ കുറ്റത്തിന് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ. അതുപോലെ ഇവിടെ നിന്ന് നാട് കിടത്തട്ടെ, ഇവിടെ നിന്ന് നിൽക്കണ്ട. അപ്പോൾ എന്തിനാണ് ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ ഇത്രയും കാലം പൂട്ടിയിടുന്നത്? നമുക്കൊരു പട്ടീനെ എത്ര കാലം പൂട്ടിയിടാൻ പറ്റും? നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി അത് 2 കടിച്ചിട്ടുണ്ട്, നമ്മൾ പിള്ളേരായിട്ട് ഓടിച്ചിട്ടുണ്ട്, പ്രശ്നമുണ്ട്. അപ്പോൾ അവനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര കാലം അവന് കൂട്ടിൽ തന്നെ പൂട്ടിയിടാൻ പറ്റും? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ, ഓക്കെ ഒന്ന് ഇറക്കാം, കുറച്ചിറക്കാം, ആൾക്കാർ വരുമ്പോൾ എത്തുക, അങ്ങനെ നമ്മളങ്ങനെ വിചാരിക്കണ്ടേ? പക്ഷെ അത് മനുഷ്യനോട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ചോദിച്ചില്ലേ, മാഡം ചോദിച്ചില്ലേ, ഇത് മാഡത്തിൻ്റെ ഒരു കിത്താൻ കിന്നാണ് ജയിലിൽപ്പെട്ടത്. ഈ പറഞ്ഞ പോലെ 20 വർഷം കഴിഞ്ഞു, 25 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അയാൾ അവിടെ കിടന്നോട്ടെ എന്ന് തന്നെയാണോ വിചാരിക്കുക? ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണത്. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇത് മനുഷ്യനോട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു മൃഗാധിപത്യമാണെന്ന് വിചാരിക്കും. കാട്ടുമൃഗങ്ങളുടെ ഒരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരു പുലിയെ പൂട്ടിയിട്ടേക്കുക, എന്നിട്ട് ഇതവർ പൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഒരു സമ്മേളനം നടക്കുമ്പോൾ പുലികളെല്ലാം പറ്റി പറയുന്നത് ഇവനെഞ്ഞി വിടരുതെന്ന് തന്നെയാണ് പറയുക. മനുഷ്യനോടാണ് പറയുന്നത്. ഇത് പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അകത്ത് കിടക്കുക, പിടിക്കപ്പെടാത്ത കുറേ പേര് പുറത്തുണ്ട്. അപ്പോൾ ഈ ജീവപര്യന്തം അൺസയൻറ്റിഫിക് അല്ലെങ്കിൽ അപരിഷ്കൃതം എന്നാണ് പറയുന്നത്. നമുക്ക് അല്ല, ജീവപര്യന്തം എന്ന് പറയുന്നത് ടിൽ ദ എൻഡ് ഓഫ് ലൈഫ്.
ജീവപര്യന്തം. അപ്പോഴാണ് ഗവൺമെൻറ് പറയുന്നത് 14 years ആക്ച്വൽ ഇംപ്രിസൺമെൻറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കേസ് ഒരു ബോർഡിൽ വെക്കാം, ബോർഡിന് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ അവന് ചെയ്യുന്നുണ്ട്, കുറേ പേരെ വിടുന്നുണ്ട്. ഇപ്പോൾ ഷെറിൻ പോയില്ലേ, ആ അവസരം മറ്റുള്ളവർക്കില്ലാത്ത. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 10-16 കൊല്ലമൊക്കെ ആക്ച്വൽ ഇംപ്രിസൺമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ഒരു കണ്ടീഷണൽ റിലീസിൽ വിടണം. നമുക്ക് ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസറുണ്ട്, അവിടെ പോയിട്ട് അയാളെ ഒപ്പിടണം എന്ന് പറയാം, അയാളുടെ ഇത് നമുക്ക് വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ചിപ്പ് വെച്ച് കൂട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ മനുഷ്യനോട് ചെയ്യുന്ന കാര്യം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നിങ്ങളിതിപ്പോൾ തർക്കിക്കുക വെച്ചാൽ ഞാൻ കണ്ട ആളാണ്, ഇവരെപ്പോഴും കാണുന്നത്. ഒരാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ഉത്സവത്തിന് പോയപ്പോൾ കുറച്ച് പേര് ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഒരാളപ്പുറത്ത് മരിച്ചു വീണു, ഈ ബസ് ഇറക്കുന്ന 10 പേര് ജീവപര്യന്തം. അയാൾ അന്ന് ചെയ്തിട്ടുള്ളൊരു അബദ്ധമോ അല്ലെങ്കിൽ അന്ന് ചെയ്തിട്ടൊരു മനഃപൂർവ്വം തന്നെ ആയിക്കോട്ടെ, അന്ന് ചെയ്തു പോയതാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് നാളെ പോയി പിന്നെ ചുറ്റിയും പിടിച്ച് റിപ്പറാകാൻ പോകുന്ന ആളല്ല. അങ്ങനെ കുറച്ച് ഇൻകറജിബിൾ ആൾക്കാരുണ്ട്. certain percentage ഓഫ് എപ്പോഴും ജയിൽ പക്ഷികളെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, തിരിച്ച് ജയിലിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 30 വർഷമായിട്ട് 40 ജയിലിലേക്ക് സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട്. സിനിമയിൽ കാണുന്ന ഹരിശ്രീ അശോകൻ പോലത്തെ ആൾക്കാരുണ്ട്, വരിക അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വധശിക്ഷയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് സംരക്ഷിക്കപ്പെടാനാണല്ലോ. അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. മുൻപ് എന്ന് പറയണത് വധശിക്ഷ 302 എന്ന് പറഞ്ഞാൽ വധശിക്ഷയായിരുന്നു, അതാണ് റൂളായിരുന്നു. പിന്നീടാണ് റയറസ്റ്റ് ഓഫ് റയർ കേസിലേക്ക് വന്നിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഞാൻ കണ്ണൂരിരിക്കുന്ന സമയത്ത് കണ്ണൂരിലത്തെ പഴയ രജിസ്റ്ററുകൾ, ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് രജിസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ ദിവസവും പേരുകൾ കാണാം. ഒരു 35-40 കാലഘട്ടങ്ങളിലൊക്കെ ജൂലൈ 12 ഒരു 3 പേരെ പൂശി, 14 2 പേരെ, അങ്ങനെ എഴുതിക്കുക. അത്ര കോമൺ ആയിരുന്നു. പിന്നീട് നമ്മൾ റയറസ്റ്റ് ഓഫ് റയർ കേസാക്കിയത്. ഇല്ല, നമ്മളിവിടെ ലാസ്റ്റ് നടന്നിട്ടില്ല 91 അല്ല, കണ്ണൂർ നടന്നത് മറ്റേ വാഗേരി ബാലകൃഷ്ണനോ അല്ല ഇപ്പർ ചന്ദ്രനോ, വാഗേരി അവൻ 2 പേര്. ഞാനൊരു 2000-ലാണ് ജോലിക്ക് വരുന്നത്. അതിനുശേഷം നടന്നിട്ടില്ല. ഇല്ല, വിയ്യൂരില്ല. കണ്ണൂരിൽ ഒരു സമയത്ത് 2 പേരെ പൂശാവുന്ന സംഗതിയുണ്ട്, ഡബിൾ ഗാലോസ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. കഴിവരങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കുമെന്നാണ് പറയുന്നത് ജയിലിൽ നിന്ന്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. കാരണം 2 കാര്യം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എതിർക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രജകളെ സംരക്ഷിക്കേണ്ട ആളാണ്, എടുക്കാൻ പാടില്ല. 2, നാളെ ഇത് തെറ്റാൻ തെളിഞ്ഞ ഒരു തിരുത്തലില്ല. ഉണ്ടായിട്ടില്ലേ, എത്രയോ പേരുണ്ടായിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ പിന്നീട് നോക്കുമ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് DNA നോക്കിയപ്പോൾ അതല്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ലേ. അപ്പോൾ എന്ത് സമാധാനം പറയാണ്ടാവുക നമുക്ക്? അപ്പോൾ നമ്മൾ ഒരാളുടെ ജീവൻ എടുത്തു എന്നുള്ള ഹീനിയസ് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നല്ലൊരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മളവന് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് കൂച്ചുവലം കിട്ടി നമ്മൾ ജയിലിനകത്ത് പൂട്ടി. മാത്രമല്ല അവൻ്റെ സേവനത്തിൻ്റെ കുറേ ഭാഗം ഇപ്പോഴാണ് തുടങ്ങിയത്, വിക്ടിം കോമ്പൻസേഷന് വേണ്ടി കൊടുക്കണം. പിന്നെ നാളെ നമ്മൾ സോഷ്യൽ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ജയിൽ ചപ്പാത്തി ഇപ്പം 3 രൂപയാണ്, 2 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്? ഞങ്ങളുടെ മാജിക്കൊന്നുമല്ല, തടവുകാരുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്, വേർപ്പോഹരി തന്നെയാണ്. ജയിലിൽ ഉണ്ടാക്കണമാണെങ്കിലും ഇന്ത്യൻ ഓഫീസിൽ ഉണ്ടാക്കുന്നതായാലും 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതായാലും ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രക്രിയ സ്റ്റൗവിന് മുമ്പിൽ നിന്ന് വേർത്ത് കുളിച്ചുണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ ആ തടവുകാരുടെ സർട്ടിഫിക്കറ്റാണ്, അത് വേർപ്പോഹരിയാണ് 2 രൂപ ചപ്പാത്തിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, സൊസൈറ്റിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളന്ന് ചപ്പാത്തി ഇറക്കിയപ്പോൾ ഞങ്ങളതിൻ്റെ പേരിട്ട ഫ്രീഡം എന്ന് പേരിട്ടതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഫ്രീഡം ചപ്പാത്തീസ്, ടേസ്റ്റ് ദ ഫ്രീഡം എന്ന ടാഗ് ലൈൻ. അതാരാ പറയുന്നത്? തടവുകാരാ പറയുന്നത്. ഫ്രീഡം ഇല്ലാത്ത ആൾക്കാർ പറയുകയാണ്. ഫ്രീഡം ഇല്ലാത്ത ആൾക്കാർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് പറയാം, കം ടേസ്റ്റ് ദ ഫ്രീഡം എന്നാണ് പറയുന്നത്. അപ്പോൾ വിപണിയുടെ ചപ്പാത്തിയുടെ വിലയെ ഞങ്ങൾക്ക് 2 രൂപയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഞങ്ങളുടെ അത്ഭുതമൊന്നുമില്ലല്ലോ, മാജിക്കൊന്നുമല്ല. അത് ഇവരുടെ ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ജയിലിൽ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾക്ക് പൈസ തരണ്ട, എനിക്ക് ജയിലിനുള്ള പൈസയായിരുന്നു. പിന്നെ ആ ഫെസിലിറ്റിക്ക് വാടക വേണ്ട, പിന്നെ തടവുകാരുടെ ഈ ചുരുങ്ങിയ വേതനവും അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ജയിൽ സ്ഥാപനങ്ങൾ എക്സ്ചക്കർക്ക് പൈസ ചിലവാകുന്ന ഇതാവരുത്. അതിനെ ഒരു റവന്യൂ ജനറേറ്റിംഗ് മാർഗമാക്കണം. സെൽഫ് സഫിഷ്യൻസിയിലേക്ക് കുറച്ച് പോകാൻ സാധിക്കണം. ഞാൻ തെളിയിച്ചിട്ടുണ്ട് ചെറിയ അംശം. ഞാനൊരു 30-40% വരെയൊക്കെ ജയിലുകളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് പോസിബിൾ. റവന്യൂ 40% ഇൻ ദി സെൻസ്
ഫോർ എക്സാമ്പിൾ പാലക്കാട് ജില്ലാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പാലക്കാട് ജില്ലാ ജയിൽ കോട്ടയ്ക്കകത്തു നിന്ന് മറ്റേ പുതിയ സ്ഥലത്തേക്ക് മലമ്പുഴയിലേക്ക് മാറിയതാണ്. അപ്പോൾ 8 ഏക്കർ ബാരൻ ലാൻഡായിരുന്നു. അപ്പോൾ നമുക്ക് പണി തരാൻ വേണ്ടി ഇട്ട് തന്നെയാണ്. നമ്മൾ പോയ നല്ല കുഴിവെട്ടിയാണ് പണിതോളും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ഇനി 2 കൊല്ലം കൊണ്ട് നമ്മൾ ശരിക്കും അവിടെ പൂങ്കാവനമാക്കി. അവിടെ നമ്മൾ വെജിറ്റബിൾ കൾട്ടിവേഷൻ ഏകദേശം നമ്മൾ 25% നമ്മുടെ റിക്വയർമെൻറ്റിന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തു. ഗോശാല സ്ഥാപിച്ചിട്ട് പാൽ കാര്യത്തിൽ നമ്മൾ 20-25% നമ്മൾ സ്വയം പര്യാപ്തമായി. ബയോഗ്യാസിൻ്റെ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് സ്ലറി എല്ലാം വേസ്റ്റ് എല്ലാം പോയിട്ട് LPG ഇനത്തിൽ നമുക്ക് ഒരു 10% നമുക്ക് കിട്ടി. ഇവൻ KSEBിയുടെ സോളാർ പ്ലാൻ അവിടെ സ്ഥാപിച്ചു, സൗര പ്രൊജക്റ്റ്. നമുക്ക് യാതൊരു ചിലവുമില്ല. 78 കിലോവാട്ട് അവിടെ മാത്രം സ്ഥാപിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളുടെ കറണ്ടിൻ്റെ ഇതിലും ഞങ്ങൾക്ക് 15-20% കിട്ടി. അപ്പോൾ അത് നമുക്ക് സ്വയം പര്യാപ്തത്തിന് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഇത്രയും മാൻ പവർ ഉള്ളതുകൊണ്ട് നമുക്ക് സാധിക്കും. അത് പക്ഷേ അങ്ങനെ ആരും നിഷ്കർഷിക്കുന്നുമില്ല, അത് ചെയ്യുന്നുമില്ല. ചെയ്ത ആൾക്ക് പണി കിട്ടുകയും ചെയ്യും. ജനറലി നമ്മൾ പറയുന്നത് ഈ ജയിൽസ് എല്ലാം ഓവർ ക്രൗഡഡ് ആണ്, അവിടെ സ്ഥലമില്ല. അതെന്താ സിറ്റുവേഷൻ? ആൾക്കാർ നമുക്ക് അതെ, നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഇപ്പോൾ 57 ജയിലുകളാണുള്ളത്. ഏകദേശം ഒരു സമയത്ത് 12,000 വരെ വന്നിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസ് പെർ റൂൾ ഒരു തടവുകാരന് 40 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം എന്നാണ്. അതും 17 ക്യൂബിക് മീറ്റർ എയർ സ്പേസ് വേണം. ഞങ്ങളുടെ ജയിലുകളെല്ലാം 4 മീറ്റർ ഉയരത്തിലാണ് സീലിംഗ്. നമ്മൾ വീടൊക്കെ 3 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ പറയുന്ന റൂളിൽ പറയുന്നുണ്ട് 17 ക്യൂബിക് മീറ്റർ എയർ സൂപ്പർഫിഷ്യൽ ഏരിയയും 3.72 സ്ക്വയർ മീറ്റർ കാർപ്പറ്റ് ഏരിയയും വേണം. റഫ്ലി 40 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം ഒരാൾക്ക്. എന്നുവെച്ചാൽ 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 2.5 പേരെ താമസിക്കാൻ പാടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിയു സെൻട്രൽ ജയിലിൽ ഏകദേശം ഒരു 600 പേരുടെ പറപ്പിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ അവിടെ 1100 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ജയിലുകളെല്ലാം ഓവർ ക്രൗഡിംഗ് ആണ്. അതിന് ഓവർ ക്രൗഡിങ്ങിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇവിടെ വെള്ളം പൊങ്ങുന്ന പോലെ. വെള്ളം പൊങ്ങുന്ന എങ്ങനെയാണ്? വെള്ളം വരുന്ന ഒഴുകി പോകുന്നില്ലേ പെട്ടെന്ന്. അതുപോലെ വന്ന ആൾക്കാർ പോയാലേ അടുത്ത ലോഡ് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ NDPS പോക്സോ കേസ് വർദ്ധിക്കുമ്പോൾ അതിന് ജാമ്യം കിട്ടാൻ കുഴപ്പമാണ്. അപ്പോൾ അത് അവിടെ ഹെൽഡപ്പ് ആവും. അങ്ങനെ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നമ്മളിവിടെ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, ട്രയൽ ചെയ്യപ്പെടുന്നുണ്ട്, പ്രകാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏകദേശം 4 ലക്ഷം മറ്റാണ് ജയിൽ പോപ്പുലേഷൻ വരുന്നത്. അതും ഓതറൈസ് അക്കൗണ്ടേഴ്സ് കപ്പാസിറ്റി കംസ് അറൗണ്ട് 2.75 ലാക്സിനേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ജയിലുകൾ ഫാർ ബെറ്ററാണ് കേട്ടോ, ഒരു സംശയമില്ല. മറ്റേ പോയിട്ടുള്ളതാണ്, നമ്മളൊക്കെ മറ്റൊരു പോയിട്ടുള്ളതാണ്. കേരള ജയിലുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പരിചയം തന്നെയാണല്ലോ. നമ്മുടെ ഈ പറയുന്ന സാക്ഷരതയായാലും വൃത്തിയായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ മറ്റു ജയിലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ട്രോൾ ഉണ്ട് നമുക്ക് ജയിലിലെ ഫുഡ് മെനു കാണുമ്പോൾ ഒന്ന് ജയിലിൽ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ട്രോളുകൾ വരാറുണ്ട്. അത് നല്ലതാണോ? ജയിലിൽ നല്ലത് തന്നെയാണ്, നല്ലത് തന്നെ. യു ക്യാൻ ട്രൈ ഇവൻ. 2 ദിവസം ഫിഷാണ്. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഫ്രഷ് ഫിഷ് 100 ഗ്രാം ഫിഷാണ് കിട്ടുന്നത്. എല്ലാ ജയിലും ഒരുപോലെയാണ്. ശനിയാഴ്ച മട്ടനാണ്. മട്ടൻ ഞാൻ വാങ്ങിയിട്ട് തന്നെ 5-6 കൊല്ലമായി. വീട്ടിൽ വാങ്ങൂലല്ലോ, നമ്മൾ പഞ്ഞിക്കോഴിയല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ മട്ടനാണ്. അതൊക്കെ വേണമെങ്കിൽ പരിഷ്കരിക്കാം. ഇവിടെ അങ്ങനെയാണ്. അത് നമ്മൾ പണ്ട് ബീഫല്ല മട്ടനാണ്, അല്ലെങ്കിൽ ചിക്കനല്ല. അപ്പോൾ പറയുന്ന ആൾക്കാർ പറയുന്നത് ഈ ജയിലിലോട്ട് പോയ കൊലപാതകളെ കുറച്ച് അത് കഴിയുമ്പോഴേക്കും നല്ല മണം വെച്ച് ആൾക്കാർ അതിനെതിരെ ഇങ്ങനെ അറിയണ്ടോ? അതുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ ജയാനന്ദൻ്റെ കേസൊക്കെ വന്നല്ലോ. അല്ല, അവിടെ ഈ പറയുന്ന ജയിലിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് പോഷകാഹാരമുള്ള ഡയറ്റ് തന്നെയാണ്. അവരൊരു ക്ഷീണം ഉണ്ടാവരുതെന്ന് കഴുകുന്ന ഡയറ്റ്. അല്ല, അതാണ് ഞാൻ പറയണത്. ഇപ്പം ഈ പറയുന്ന ഇതൊക്കെ റൂൾ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതോ ആളുണ്ടാക്കിയതോ ദാറ്റ്സ് ദ റൂൾ. ഞങ്ങൾ ആസ് എ ഗവൺമെൻറ് സർവൻറ്റ് അല്ലെങ്കിൽ കറക്ഷൻ ഓഫീസർ വാട്ട് ഈസ് റിട്ടൺ ദ റൂൾ, അത് ഞങ്ങൾ പാലിക്കണം. അത് ചെയ്യാനുള്ള ചെയ്യേണ്ടത് അതുപോലെ. പക്ഷേ അതിലൊരു ഇതിലുണ്ട്. ഉദാഹരണമായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല, കിട്ടുന്നുണ്ട്. ആശുപത്രിയിലോ മറ്റോ കിട്ടുന്ന ആൾക്ക് കിട്ടുന്നില്ല. അതിൽ മാറ്റം വരുത്താവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ മാൻ പവറിനെ പരമാവധി സ്ക്യൂസ് ചെയ്യണം. എന്നിട്ട് ജയിലിലേക്കുള്ള ചിലവുകൾ കുറയ്ക്കണം. ഉദാഹരണമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് വിയു സെൻട്രൽ ജയിലിൽ ഒരു മാസം ഞങ്ങൾക്ക് 12 lakhs വെജിറ്റബിൾ മാത്രം വേണം. വെജിറ്റബിൾ മാത്രം ഹോർട്ടികോർപ്പിൽ നിന്ന് വാങ്ങുന്നത്.
കഴിഞ്ഞ കൊല്ലം അവിടെ ഉണ്ടാക്കിയത് 65 ടൺസ് ഓഫ് വെജിറ്റബിൾസ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഒരു പെർ മന്ത് ഒരു 7 ലക്ഷത്തിൻ്റെ 6 ലക്ഷത്തിൻ്റെ ഇത് 50% എബോവ് ഞങ്ങളത് കാറ്റർ ചെയ്തു. ഐ മീൻ ഞങ്ങളത് ഉണ്ടാക്കി ഉൽപ്പാദിച്ചു ഉപയോഗിച്ചു. പാലും 100% സ്വയം പര്യാപ്തമാണ് അവിടെ. അതായത് ഞങ്ങൾക്കവിടെ അവിടെ പാലെന്ന് പറയുന്നത് ചായയിലേക്ക് എത്ര 12 ml കാലത്തും 12 ml അത്രയുമാണ്. പിന്നെ തൈര് അങ്ങനെ 2 സ്ഥലത്താണ് കൊടുക്കുന്നത്. അതാണ് മെനു. പാല് ഞങ്ങൾ മുഴുവൻ ഞങ്ങൾ ദിവസം 120 ലിറ്റർ പാല് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ അനിമൽ ഹസ്ബൻഡറി കുറേ ഈ പോർക്ക് വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, ഇതൊക്കെ ഉണ്ട്, അങ്ങനെ വിൽക്കുന്നുണ്ട് ഞങ്ങൾ. വിയു സെൻട്രൽ ജയിലിലെ ടോട്ടൽ കോമ്പൗണ്ട് വരുന്നത് 138 ഏക്കേഴ്സാണ്. വെച്ചാൽ വത്തിക്കാനേക്കാൾ വലുത്. വത്തിക്കാൻ 101 ഏക്കറേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പോപ്പാണ്, 1.5 പോപ്പെങ്കിലുമാണ്. പക്ഷേ ഇതിനകത്ത് 5 ജയിലുണ്ട്. വിയു സെൻട്രൽ ജയിലുണ്ട്, ഹൈ സെക്യൂരിറ്റി ജയിലുണ്ട്, സബ് ജയിലുണ്ട്, വിമൺ പ്രസൺ ഉണ്ട്, ഡിസ്ട്രിക്ട് ജയിലുണ്ട്, അങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കൾട്ടിവേഷന് പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി കാട്ടുപന്നി പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാണ്. അതൊക്കെയുണ്ട്. ഇതിൻ്റെയൊക്കെ നിന്നുകൊണ്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ ആരും ചോദിക്കാനും വരും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറയുന്നില്ല, ഈ തള്ളുകൾ ചെയ്യുന്നുണ്ടല്ലോ. 65 ടൺസ് ഉണ്ടാക്കി, ഓക്കെ, ഞാൻ 30 ടൺ ഉണ്ടാക്കിയുള്ളൂ, കുഴപ്പമൊന്നുമില്ല, ആരും ചോദിക്കുന്നില്ല. ഈ ജയിലെന്ന് പറയുന്ന ഒരു ഈ നാട്ടിൽ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി വിടുന്ന ഒരു സ്ഥലം. അവിടെ ഇതൊരു ജയിലൊരു ശിക്ഷ ആണോ? ഇങ്ങനെ ഇത് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, അവിടെ കുറെ റിഫോർമേറ്റീവ് പ്രോസസ് നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ശിക്ഷയായിട്ട് തോന്നുന്നുണ്ട് ജയിലിൽ പോകുന്നതെന്ന് പറയുന്നത്. എന്താ പറയാ? Prisoners are coming as punishment, not for punishment എന്നാണ് തിയറി. അവിടെ വരുന്നതാണ് ശിക്ഷ. അവൻ്റെ അവിടെ വന്ന് കോർട്ട് ഓഫ് ലോ അവൻ്റെ നിന്നുള്ള അതിൻ്റെ സ്വാതന്ത്ര്യത്തിനെയാണ് പിടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിനെ എടുത്ത് കളഞ്ഞിരിക്കുക. അവന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. നമ്മളെ ഒരു 5 സ്റ്റാർ ഷൂട്ടിനകത്ത് നമ്മളെ ഇട്ടൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് തരും, പക്ഷെ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. എത്ര ദിവസം ഇരിക്കാൻ പറ്റും? നിങ്ങൾക്ക് മൊബൈൽ ഫോണും തന്നിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. 5 സ്റ്റാർ സ്യൂട്ട്, എനി ഫുഡ് കിട്ടും, പക്ഷേ ലോക്ക് ഫ്രം ഔട്ട്സൈഡ്. എത്ര ദിവസം പറ്റും? ചെറുതല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചെറുതല്ല. നമുക്ക് ഇഷ്ടമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പുറത്തു പോകാൻ പറ്റാണ്ട് വരുന്ന പോലെ പൂട്ടിയിടുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതൊക്കെ പറയുന്ന സൗകര്യമൊക്കെ ഉണ്ട്. 6 മണിക്ക് ലോക്കപ്പ് ചെയ്തു, പൂട്ടി, ടിങ് എന്നിട്ട് പൂട്ടി. അപ്പോൾ പണ്ട് ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ജയിലിലേക്ക് സമരം ചെയ്തു വരുമല്ലോ. ഞാൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ട്രഷറി ഓഫീസർ അന്നത്തെ അപ്പോൾ നമുക്കറിയാം, നമുക്ക് കൂടി വേണ്ടി സമരം ചെയ്യുന്നത്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കിട്ടിയാൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടണം ഒക്കെ നമുക്ക് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ അവരെ പുറത്ത് വിടും. പിന്നെ ഫുൾ ഫ്രീഡം നമ്മൾ മാക്സിമം പത്രം വേറെ സാധനം കൊടുക്കുന്നില്ല, എന്നാൽ അതിനകത്തുള്ള ഫ്രീഡം. പക്ഷേ 6 മണിയാകുമ്പോൾ അടുത്ത ഡ്യൂട്ടിക്കാരൻ വന്നു, ആ ബ്ലോക്കിൽ കയറി ഡ്യൂട്ടി ചേഞ്ച് ചെയ്തു, എണ്ണി. അവിടെ എണ്ണമാണ് ഇതിനകത്ത് തന്നെ 80 എണ്ണം. അതിൽ ട്രഷറി ഓഫീസറൊന്നോ മറ്റോരൊന്നുമില്ല, 80. അത് കഴിഞ്ഞിട്ട് ക്ലിങ് അടിക്കുമ്പോൾ ആൾ പറയും, അതങ്ങനെ ഇടുമ്പോൾ ഇവിടെ ഒരു വേദന വരും എന്ന് പറയും ആ ശബ്ദം കേൾക്കുമ്പോൾ. അതാണ് ഇൻകാർസറേഷൻ. അത് പക്ഷേ സ്ഥിരമായി വരുന്ന ജയിൽ പക്ഷികൾക്ക് പ്രശ്നമൊന്നുമല്ല, അല്ലാത്തൊരാൾക്ക് ഇത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഇങ്ങനെയല്ലേ ചോദിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്, ചെറുതല്ല. സാർ ഇപ്പം ക്യാപിറ്റൽ പണിഷ്മെന്റിന് എതിരാണെന്ന് പറഞ്ഞു. അതെ. പക്ഷേ നമ്മുടെ ഈ ജിഷ വധക്കേസിലെ പ്രതിയും ഗോവിന്ദചാമിയൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് നല്ല സിനിമാറന്മാരെ പോലെ സുന്ദരന്മാരായിട്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അത് ഈ പറഞ്ഞ ശരിയാണ്. ജയിലിനകത്ത് നല്ല ഫുഡുണ്ട്, അതിനോട് എന്താ പറയുക, ഉദാഹരണമായിട്ട് ജയിലിനകത്ത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് റിഗ്രസ് ഇംപ്രിസൺമെൻറ്റും ഉണ്ട്, സിമ്പിൾ ഇംപ്രിസൺമെൻറ്റും ഉണ്ട്. റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് ഹി ഹാസ് ടു വർക്ക്, മറ്റൊന്നും വേണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഡെയിലി പറയുന്ന കഠിന വർക്കുകളൊന്നുമില്ല. കിച്ചണിലാണ് കുറച്ചുകൂടി കഠിന വർക്ക് ഉണ്ടാവുക. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ ചെറിയ കൃഷിപ്പണി, ചെറിയ കാര്യങ്ങളൊക്കെയാണ്, ഈസി കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ജോലി കൊണ്ട് അവൻ്റെ ശരീരം അവനെ ദ്രോഹിക്കുക, അതൊന്നും പറ്റില്ല. അങ്ങനെ പറ്റണം, അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നിയമം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരാൾ സമൂഹത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിനെതിരായിട്ടൊരു ഫൗൾ ചെയ്തു, ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരാളെ റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവൻ്റെ സാധനം ഒട്ടിച്ചു, ഫൗൾ ചെയ്തപ്പോൾ റെഫറി കോടതി
യെല്ലോ കാർഡ് കാണിച്ചു, ആദ്യം റെഡ് കാർഡ് കാണിച്ചു, പുറത്താക്കി. ആ പുറത്താക്കിയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചിട്ടയായ ജീവിതം പഠിപ്പിക്കുന്നു, ഈ ചെറിയ വേതനത്തിൽ ജോലി ചെയ്യിപ്പിക്കുന്നു. ഇപ്പം മാറി കേട്ടോ, ഇപ്പോൾ പുതിയ വേതനം മാറിയത് വേറെ ഡിഫറെൻ്റാണ്. അതിന് മുമ്പ് വരയ്ക്കും ഏറ്റവും ജയിലിലെ വേതനം എന്ന് പറയുന്നത് 67 രൂപ മുതൽ 170 വരെയാണ്. പല 67, 127, 141, 152, 170 ഈ പറയുന്നവർ ഫുഡ് ഇൻഡസ്ട്രി പെർ ഡേ, ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കും പിന്നെ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും 170 വെച്ച് കൊടുക്കും. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ കഴിഞ്ഞ ഗവൺമെൻറ് പോയിട്ട് ഈ പറയുന്ന പേ ബാൻഡിന് 530, 560, 6 അല്ല ഇതായി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പേ ബാൻഡ് ഇപ്പോൾ 530, 560, 620 ഇന്ന് 3 പേ ബാൻഡിലേക്ക് മാറി. ജസ്റ്റ് 10 ടൈംസ്. ഒറ്റ കഥ പറയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം വിയ്യൂർ സെൻട്രൽ ജയിലിലെ സാലറി എക്സ്പെൻസ് 10 CR ആണ്. സാലറി ഇതര എക്സ്പെൻസുകൾ, ഇത് തടവുകാരുടെ ഭക്ഷണം, വേതനം, മരുന്ന് എല്ലാ കുടച്ചക്കറും കൂടിയിട്ട് അഗെയിൻ ഒരു 11 to 12 crores പെർ ഇയർ. ഇപ്പോൾ കഴിഞ്ഞ അഥവാ ലാസ്റ്റ് ഇയർ വിയ്യൂർ സെൻട്രൽ ജയിൽ ഓടിക്കാൻ സർക്കാരിന് ഒരു 21 കോടി 22 കോടിയോ ചിലവായിട്ടുണ്ട്. ഈ കൊല്ലം വേതനം മാത്രം 10 കോടി വേണം, വിയ്യൂർ മാത്രം. പ്രിസണേഴ്സിൻ്റെ ഇത് മാത്രം 10 കോടി വേണം. അഥവാ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പെർ മന്ത് നമുക്കൊരു 16 lakhs ആയിരുന്നു വേജസ്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇപ്പം 90 lakhs ഇത് 1 crore അടുത്ത്. അതെല്ലായിടത്തും എന്ന് പറയുമ്പോൾ സംസ്ഥാനം മൊത്തം നോക്കുമ്പോൾ അതിന് മുമ്പ് ഒരു മാസം 1.25 crores ആയിരുന്നു, ഇൻറ്റു 12 ആയിരുന്നു എന്നുള്ളത്. ഇപ്രാവശ്യം അത് ഇരട്ടി 100 കോടി രൂപ വേണം. ഇല്ല, ഇപ്പോൾ ബ്രേക്ക് ഈവൺ ആവില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ഇൻഡസ്ട്രിയോ മറ്റു കാര്യങ്ങളൊന്നും ആവില്ല, ബ്രേക്ക് ഈവൺ ആവില്ല നഷ്ടത്തിലാകുമ്പോൾ. അപ്പോൾ നഷ്ടത്തിലാകുമ്പോൾ പുതിയ ഓർഡർ വന്നിരുന്നു. അത് പഴയ ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണോ ഈ ഗവൺമെൻറ് ഓർഡറാണോ അറിയില്ല. അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നിപ്പോൾ നമ്മളെന്താ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിലെ ലാഭത്തിൽ നിന്നാണ് എല്ലാ ചിലവുകളും എടുക്കുക, ഇൻക്ലൂഡിങ് ദെയർ വേജസ്. ഈ പ്രൊക്യൂർ ചെയ്യുന്നത്, റോ മെറ്റീരിയൽ, ഇവരുടെ വേജസ്, അവിടെ കുറച്ച് ഡെയിലി വേജസ് വെച്ചിട്ടുണ്ട്, അവരുടെ ശമ്പളം ഒക്കെ അതിൽ നിന്ന് എടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് നോക്കുക. അപ്പോൾ ഇത് വർദ്ധിപ്പിച്ചപ്പോൾ നടക്കില്ല. അപ്പോൾ അവരുടെ വേതനത്തിന് അതിൽ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുഡിന് സബ്സിഡി കൊടുക്കുന്നത് പോലെ. അതായത് ഇതുവരയ്ക്കും ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നിൻ്റെ ലാഭത്തിൽ നിന്നാണ് അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേതനം കൊടുത്തിരുന്നത്. അങ്ങനെ ഇനി കൊടുക്കുകയാണെങ്കിൽ നടക്കില്ല, ബ്രേക്ക് ഈവൺ ആവില്ല. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വേതനം മറ്റു പോലെ കൊടുത്തോളാൻ ഗവൺമെൻറ് തന്നോളാമെന്ന്, ഇതിൽ നിന്ന് എടുക്കണ്ടെന്ന് എന്ന് പറഞ്ഞിരിക്കുക. പുതിയ ഗവൺമെൻറ് എന്താ റിവ്യൂ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ഗവൺമെൻറ് സർക്കാർ ഇവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതാണോ ഈ ഡയറക്റ്റായിട്ട്? അല്ല, അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിലും പെട്രോൾ ഇൻഡസ്ട്രിയിലും ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്സാണ്. അപ്പോൾ അതിലത്തെ പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള ഇപ്പോൾ അതിനകത്തുള്ള അഗ്രികൾച്ചറൽ വർക്ക് നടത്തുന്നതിനോ അല്ലെങ്കിൽ കിച്ചൺ വർക്ക് നടത്തുന്നതിനൊക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് വരുന്നുണ്ടല്ലോ, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 17 lakhs ആയിരുന്നു വിയ്യൂർ സെൻട്രൽ ജയിലിലെ ടോട്ടൽ വേതനമെങ്കിൽ അതിലൊരു 3 to 4 lakhs ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിരുന്നു. നമ്മുടെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ കിട്ടിയിരുന്നു. ബാക്കി 13 lakhs ഗവൺമെൻറ്റിന് വന്നു വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഫുള്ള് കൊടുക്കാൻ പോവാണെന്ന്. അത് അല്ല, അത് അതിൽ ലാഭത്തിൽ കിടന്നോട്ടെ എന്ന്. അപ്പം അങ്ങനെ ചെയ്താലേ നമുക്ക് 2-3 ചപ്പാത്തി കൊടുക്കാൻ പറ്റുള്ളൂ. സാർ, ഈ ഗോവിന്ദചാമിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ പറഞ്ഞപ്പോൾ ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം വിശ്വാസയോഗ്യമാണ്. കാരണം സാറ് എല്ലാ ജയിലിലെ ഓരോ മുക്കുമൂല അറിയുന്നത്. അതെ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് അതിനൊരു കമ്മീഷനും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അഭിപ്രായം പറയുന്നത് ശരിയാവുന്നതല്ല, അവരന്വേഷിക്കുന്നുമുണ്ട്. എന്താ 10ാം ബ്ലോക്കിൽ നിന്ന് നൂല് കൂട്ടിക്കെട്ടി എൻ്റെ മുകളിൽ കയറി ഈ ഒറ്റക്കായിട്ട് കയറുക എന്ന് പറയണമെന്നും ഇമ്പോസിബിളൊന്നുമല്ല, അവരെ സംബന്ധിച്ച് ഇമ്പോസിബിളൊന്നുമല്ല. പക്ഷെ വളരെ ഒരു ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഈവൻ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. ഇനിയും എന്തെങ്കിലും വേറെ എന്തെങ്കിലും നെക്സസ് ഉണ്ടോ എന്നുള്ളത് തെളിയേണ്ടതാണ്. സിംഗിൾ സെല്ലിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറയണില്ലേ, ഇപ്പോൾ സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മനുഷ്യാവകാശ കമ്മീഷനൊക്കെ എതിർക്കുന്ന കാര്യമാണ്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഏകാന്ത തടവ്. ഏകാന്ത തടവ് എന്ന് പറയുന്നത് ഒരു സെല്ലിൽ ഒറ്റയ്ക്കിടുന്നതല്ല, ആ സെല്ലുള്ള സ്ഥലത്ത് വേറെ ആരും ഉണ്ടാവില്ല. ഒരു പ്രത്യേക സെഗ്രിഗേഷൻ ബ്ലോക്കിൽ ഒറ്റയ്ക്കിടുന്നതാണ് ഏകാന്ത തടവ്.
അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോടതി ഉത്തരവും കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ അത് ഉടനെ മനുഷ്യ ധ്വംസനം ഒക്കെ ആയിട്ട് മാറും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് റൂമിലിടുന്നു, സെല്ലുകളിലിടുന്നു. അതിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും പ്രശ്നമാണ്. ഒറ്റയ്ക്ക് ഒരാളിടുമ്പോൾ അയാൾ എന്തെങ്കിലും ഹാങ് ചെയ്യുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടമില്ല. അപ്പോൾ ഒറ്റയ്ക്കിടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഒരാളെങ്കിലും കൂടെ വേണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് ഉള്ളത്. പക്ഷേ ഇവനെ തിരിച്ചു വന്നപ്പോൾ ഇവനെ ഹൈ സെക്യൂരിറ്റി പ്രശ്നങ്ങളിലൊക്കെ ഒറ്റയ്ക്കാണ് ഇട്ടേക്കണത്, റൂമിലേക്കാണ് ഇട്ടേക്കണത്. അതുകൊണ്ടൊരു വിശേഷമൊന്നുമില്ല. ഇപ്പം ഒരാളിപ്പോൾ ഗോവിന്ദസ്വാമി ചാട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റിൽ കിടക്കുന്നുണ്ട്, അയാൾ ഫുൾ ടൈം പൂട്ടിയിട്ടൊന്നുമല്ലേ ചെയ്യുക. അതൊന്നും സാധിക്കുന്ന കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വല്ലാണ്ട് ബഹളം ഉണ്ടാക്കുന്ന പട്ടിയെ പോലും എത്ര ദിവസം പൂട്ടിടാൻ പറ്റും? ഹൈ സെക്യൂരിറ്റി പ്രസൻ ബിയൂർ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതൊരു സിംഗിൾ ബിൽഡിംഗ് ആണ്, 3 സ്റ്റോറി ബിൽഡിംഗ് ആണ്. അവിടെ 1, 2, 3 and 5 സെല്ലുകളാണുള്ളത്. അങ്ങനെ ഓക്യുപ്പൻസിയുള്ള സെല്ലുകളാണുള്ളത്. എല്ലാം പുറത്തേക്ക് തുറക്കുന്ന പോലെയുള്ളതാണ് സെല്ലുകളാണ്. ശരിക്കും അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർ ജയിലിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ ജയിലിലേക്ക് വരുന്നു, അവർക്ക് മറ്റു തടവുകാരായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടാവും. അപ്പോൾ അവരൊരു കണ്ടാമിനേഷൻ എഫക്റ്റ് ഇവരെ ആശയം അവിടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ബേസ് തിങ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ നടക്കുന്നില്ല. ഇപ്പോൾ അത് ഉണ്ടാക്കിയെങ്കിലും അതിനാവശ്യമായ നിയമം ഇപ്പോഴും അതിൻ്റെ റൂൾസ് ഇപ്പോഴും അമെൻഡ് ചെയ്തിട്ടില്ല. അമെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവിടെയുള്ള എല്ലാ തടവുകാരും അത് കോടതിയിൽ ഇപ്പോൾ എല്ലാ ജയിലിലേക്കും ആവശ്യമായ ജയിൽ റൂൾസ് അവിടെയുള്ളൂ. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് റൂൾസ് 2014 പുതിയത്. മുൻപത്തെ KPR ആയിരുന്നു, കേരള പ്രിസൺ റൂൾ 1956 ആയിരുന്നു. അതിനെ അമെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതുമാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ ഇതിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അവർക്ക് വളരെ കെയർ വേണമെന്നുള്ള കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റൂൾസ് കൊടുത്തിട്ടുണ്ട്. അത് നിയമസഭ പാസ്സാക്കിയിട്ട് വരണ്ടേ, അപ്പോൾ അവിടെ പൊളിറ്റിക്സ് കളിക്കുകയാണ്. അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഹൈ സെക്യൂരിറ്റി പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ കോമഡിയാണ്. അവിടെ എല്ലാവർക്കും കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ജയിലുകളിലും എല്ലാ സെല്ലുകളും അറ്റാച്ച്ഡ് ആണ്. എല്ലാ ജയിലുകളിലും എല്ലാ സെല്ലുകളും അറ്റാച്ച്ഡ് ആണ്. പക്ഷേ 2 നേരം പുറത്തേക്ക് ഇറക്കും. അപ്പോൾ അൺലോക്കിന് ശേഷം പുറത്തേക്ക് ഇറക്കും. അവർ പോയിട്ട് പുറത്തുള്ള ടോയ്ലറ്റ് ബ്ലോക്കിൽ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അവന് ഈവനിങ് ഇറക്കും. പക്ഷേ 6 മണിക്ക് ശേഷം ആവശ്യം വന്ന് തന്നെ ഉപയോഗിക്കണം. 6 മണിക്ക് ശേഷം 15 പേരുള്ള ഒരു ഡോർമെട്രി പോലെ സാധനമാണ്. അവന് നൈറ്റ് കോൾ വന്നെങ്കിൽ അവൻ അവിടെ തന്നെ പോകണം. അപ്പോൾ ഹാഫ് ഡോർഫ് മതിലേ ഉള്ളൂ, അവിടെ തന്നെ പോകണം, രക്ഷയൊന്നുമില്ല. പക്ഷേ ഹൈ സെക്യൂരിറ്റി പ്രശ്നമില്ല, പുറത്ത് ടോയ്ലറ്റ് ഇല്ല, അതിനകത്ത് തന്നെ ചെയ്യണം എന്നുള്ളതിനാണ് ഏത് സമയം അതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പോലും പുറത്തേക്ക് ഇറക്കണ്ട എന്നുള്ളതാണ് കൺസെപ്റ്റ്. പക്ഷേ അത് നടക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മാതിരി ഒരു മനുഷ്യനെ സദാസമയം പൂട്ടിടാൻ പറ്റില്ല. അതെ 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 അതാണ് ഹൈ സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാക്കി. ഏകദേശം 10-30 കോടി രൂപ ചിലവാക്കിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ തന്നെ അത്രയും യുണീക്ക് കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെ നടന്നിട്ട് അതിനുള്ള റൂൾ ഉണ്ടാക്കിയിട്ടില്ല, ആവശ്യമായ സ്റ്റാഫിനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ 500-550 പേരെ പാർപ്പിക്കാവുന്ന സ്ഥലമുണ്ടായിട്ടും അവിടെ 100-200-250 പേരേ ഉള്ളൂ. അപ്പോൾ മറ്റിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ UPA കേസിൽപ്പെട്ട ആൾക്കാരുണ്ട്, പ്ലസ് മറ്റു ജയിലുകളൊക്കെ എൻകറേജബിളായിട്ട് രക്ഷയില്ലാത്ത ആൾക്കാർ കുറേ പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ പർപ്പസ് ഇപ്പോഴും ഹൈ സെക്യൂരിറ്റി പ്രസിഡൻ്റെ ഒരു പർപ്പസ്, അതിൻ്റെ ഒരു വെരി പർപ്പസ് ഇപ്പോഴും നടന്നിട്ടില്ല. അല്ല, ഇങ്ങനെ വേണം. ഈ ഉദാഹരണമായിട്ട് ഈ പറയുന്ന UPA കേസിൻ്റെ മെയിൻ തിങ് ഇതാണ്. ഇത് കണ്ടാമിനേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൺസേൺ ആണ്. ഇപ്പോൾ തടീൻ്റെ കൂടെ നസീർ അകത്തേക്ക് വന്നു, ഇനി രൂപേഷ് പക്ഷെ പുറത്ത് പോയി. അത് കുറച്ച് ലെസ് ഈവിളെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. മറ്റേ തീവ്രവാദ കേസിൽപ്പെട്ട ആൾക്കാർ, ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്ന ഒരു പ്രതി, അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഫ്രഞ്ച് പോലീസ് വന്നിരുന്നു വിത്ത് പെർമിഷൻ ഓഫ് ദ മിനിസ്റ്റർ ഓഫ് ഹോം എക്സ്റ്റേണൽ അഫയേഴ്സ്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഒരു കലാപത്തിൽ ഇവർ പങ്കുണ്ട് എന്ന് ഉറപ്പുണ്ട്, അവർക്ക് തെളിവുണ്ട്, ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഷോവൻ വെരി അട്ടംമെൻറ്റ് ഞാനുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശരിക്കും ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും വേറെ ആളും കൂടി പറഞ്ഞ ഒരു സബോട്ടേജ് വർക്കിന് പോയി. എൻ്റെ കൂടെ നിന്ന ആൾ നിന്ന് കത്തി. അപ്പോൾ കത്തിയപ്പോൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവനവിടെ. അത്തരം ആൾക്കാർ ഒരു രക്ഷയില്ല. നമ്മളതിനെ ചിപ്പ് തുറന്ന് വച്ച പോലെയാണ്.
തല തുറന്ന ചിപ്പ് വെച്ച പോലെയാണ് അവരോട് അവരോട് സംസാരിച്ചാലും അത് മാവോയിസ്റ്റുകളോടല്ലേ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ടാവില്ല. മാവോയിസ്റ്റുകൾക്കൊരു ന്യായം ഉണ്ടെന്ന് വിചാരിക്കും. എന്തെങ്കിലും വേറൊരു കാര്യം കുറേ അട്രോസിറ്റീസൊക്കെ ഉണ്ടല്ലോ ആദിവാസികൾക്കെതിരെ, ഇവർക്കൊരു ന്യായവുമില്ല. ഇവരിപ്പോഴും പറഞ്ഞ എന്താ പറയുക, മറ്റേ നദിയും ഹൂറികളും മറ്റേ അതൊക്കെ തന്നെയാണ് മനസ്സിലുള്ളത്. മാത്രമല്ല അതിൻ്റെ പ്രത്യേകം ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ കിടക്കുന്നത് അവരുടെ വീട്ടുകാർക്ക് ഒരു അഭിമാനമാണ്. ലുക്ക്, മൈ സൺ ഈസ് സാക്രിഫൈസിങ് ഫോർ ഹിസ് ലൈഫ് ഫോർ അവർ കമ്മ്യൂണിറ്റി എന്നുള്ള ലൈനാണ്. അത് അവരുടെ അതുണ്ട്. മാത്രമല്ല ഇവരൊന്നും ജോലിക്ക് പോകുന്ന കൃത്യമായിട്ട് മണി ഓർഡർ വരും, എല്ലാ മാസവും മണി ഓർഡറും കാര്യങ്ങളും വരും അവർക്ക്. ഒരു മാസം ഒരാൾക്ക് 1200 രൂപ അവിടെ ക്യാൻറ്റീൻ പർച്ചേസ് നടത്താം, 450 രൂപ ടെലിഫോൺ ചെയ്യാം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ സാധാരണ ജയിലുകളിലൊക്കെ ഒരു ജോലി ചെയ്തൊക്കെ പൈസ കൊണ്ട് കിട്ടും. ഇവന്മാർ ജോലി ചെയ്യുമ്പോൾ അവിടെ അയച്ചു കൊടുക്കും.